ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വളരെ നാളത്തെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുകയാണ്. എനിക്കറിയാം ലാസ്റ്റ് വീഡിയോ ചെയ്ത് ഷിഫ്റ്റിംഗ് വീഡിയോ ആണ്. അതിനുശേഷം കുറേ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. അതോട്ടാട്ടോ വീഡിയോസ് ചെയ്യായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാണ് നമ്മുടെ എൻ്റെ ഈ കോലൊക്കെ കണ്ടത് നിങ്ങൾ കേൾക്കേണ്ടത് എന്ത് കോലാണ്, എങ്ങോട്ടാണ് പോണതൊക്കെ കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ കാൽഗറിയിലാണ്. അപ്പോൾ കാൽഗറിയിൽ സ്റ്റാമ്പേഡിന് പോവാണ് നമ്മൾ. സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വർഷവും ഇവിടെ കാൽഗറി നടക്കുന്ന ഒരു പരിപാടിയാണ് കാൽഗറി സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞാൽ. കുറേ കൺട്രീസിൽ നിന്നും കുറേ പ്രൊവിൻസിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് സ്റ്റാമ്പേഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് എല്ലാവരും. അതിൻ്റെ ഒരു ട്രഡീഷനാണ് ഇങ്ങനെ ഹാറ്റൊക്കെ വെച്ച് പോകുന്ന സംഭവം. അതിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വൈകിട്ട് നമുക്കൊരു റോഡിയോ ഷോ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാറ് സ്റ്റാമ്പേഡിൻ്റെ അവിടെ കാറ് പാർക്ക് ചെയ്ത് അത്ര സേഫ് ആയിരിക്കില്ല. അപ്പം നമ്മളൊരു സീ ട്രെയിൻ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് സീ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാമ്പേഡിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഓഗസ്റ്റ് ഒക്കെ ആയിരുന്നു. ജൂലൈ ടൈമിലാണ് ഇവിടെ എപ്പോഴും സ്റ്റാമ്പേഡ് എടുക്കുന്നത്. അപ്പം ഞാൻ കാനഡ എത്തിയപ്പോൾ ഓഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റാമ്പേഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഫസ്റ്റ് സ്റ്റാമ്പേഡ് ആണ് ഇവിടെ കാൽഗരിയിൽ. അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ടീമിപ്പോ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മള് സീ ട്രെയിൻ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്യും. എന്നിട്ട് സീ ട്രെയിൻ എടുത്തിട്ട് ആ സ്റ്റാമ്പേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മൾ വൈകിട്ട് രാത്രി വരെയുള്ള ക്ലോസിംഗ് സ്റ്റാമ്പേഡിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വരെ അവിടെ സ്റ്റാമ്പേഡിന്റെ അവിടെ കാണാം. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്യണേ. ഓക്കെ, അപ്പം രാവിലെ നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ എണീച്ച് കുളിച്ചു റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി ഫുഡ് ചെറുതായിട്ടും തട്ടണം. എന്നിട്ട് വേണം നമുക്ക് സീ ട്രെയിനിൻ്റെ അവിടെ പോവാൻ. ഇങ്ങനെയാണ് രാവിലെ ഞാൻ ഒന്ന് കേൾ ചെയ്യാൻ നോക്കിയതാണ് മുടി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം സ്റ്റാമ്പേഡ് കേട്ടിട്ടേ ഉള്ളൂ. നിമ്പി കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. ഞാൻ ഓഗസ്റ്റിലാണല്ലോ വന്നത്, ജൂലൈയിലായിരുന്നു ഇവിടെ സ്റ്റാമ്പേഡ്. അപ്പം ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് പറഞ്ഞ ടൈമിൽ ജൂലൈ അടുപ്പിച്ച് വരാനെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഗസ്റ്റിൽ വരാനാണ് നമുക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ സ്റ്റാമ്പേഡ് അതിൻ്റെ മൂക്കടഞ്ഞിരിക്കുക കേട്ടോ. ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഷിഫ്റ്റിങ്ങും പനിയും എല്ലാം കൂടെ ആയിട്ട് ആകെ തിരക്കായിരുന്നു ഈ 2 ആഴ്ചയായിട്ട്. നിമ്മിക്ക് പനി വന്നു, എനിക്ക് പനി വന്നു. അതിൻ്റെയൊക്കെയാണ് തൊണ്ടയൊക്കെ അടഞ്ഞ്. ഇപ്പം ഓക്കെ ആയിച്ച് മൂക്കടപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഇങ്ങനെ മൂക്കടഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചിട്ട് രാവിലെ ടിമ്മിന്ന്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ കഴിക്കാം. നമ്മളിതാ സീ ട്രെയിൻ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. ഇനി അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സ്റ്റാമ്പേഡിൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെ തന്നെ സ്റ്റാമ്പേഡ് സ്പെഷ്യലാണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ പാടുന്നുണ്ട്. ഹായ്, സീ ട്രെയിൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇങ്ങനെ. ഇത് സ്റ്റാമ്പേഡ് സ്പെഷ്യൽ ആയിരിക്കും. ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് സീ ട്രെയിനിൽ കയറാൻ. വെൽക്കം ടു ദ ഗ്രേറ്റസ്റ്റ് ഔട്ട്ഡോർ ഷോ എന്നാട്ടോ ഇത് പറയണേ. നല്ല ക്യൂ ആണ്. ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന ക്യൂ ആണ്. കുറേ ഇതേപോലത്തെ സ്റ്റോൾസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇത് ഓരോ ടൈമിങ്ങിൽ ഓരോരോ ഈവൻറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിലേക്ക് വരാമെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്.
കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ. ഇവിടെ എന്ത് ഇതിന്റെ കോൺസേർട്ട് എനിക്കറിയില്ല, അങ്ങനെ കോൺസേർട്ടാണ്. കേരള സ്റ്റാമ്പീഡും വല്ല കോൺസേർട്ട് നടക്കും. ടിപ്ലി എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. അത് കുറേ ഒരു ടൈം ആകുമ്പം ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് തരും. ടൈം സ്ലോട്ട് ആവുന്നേ ഉള്ളൂ. നിംബി എല്ലായിടത്തും പോയാൽ അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അത്ര വായനക്കാരി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ആധികാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിംബി എനിക്ക് പറഞ്ഞുതരാൻ അടിപൊളി. ഞാൻ അത്രയും ഇങ്ങനെ വായിക്കില്ല. ഇവിടെ കുറേ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക് കുറേ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ ഇവിടെ പ്രൊവൈഡഡ് ആണ്. കണ്ട ടിപ്ലിയുടെ ഇത് ടിപ്ലി തന്നെയാണ് കറക്റ്റായിട്ട് പറയണത്, എനിക്കറിയില്ല. ടിപ്ലി എന്നൊക്കെ അവിടെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കുറേ അതിൻ്റെ ട്രഡീഷൻസും അതിൻ്റെ ഒറിജിനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട് ടിപ്ലിയൊക്കെ ഉള്ള. Like the opposite of GMC stage would take you somewhere here. Yeah. Oh, I got it. Okay, thank you so much. Can I get it stamped? Yeah. നമ്മളിപ്പോൾ ഒരു ഗെയിം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഗെയിം കളിക്കാനായിട്ട്. ബർത്ത്ഡേ ഗെയിം എന്ന് പറഞ്ഞാൽ കളിക്കണോ? പേഴ്സാണോ? ഇവിടെ സാധനം വെച്ചിട്ട് ആ ഡൈസ് കറക്റ്റ് മന്ത് വീഴാണെങ്കിൽ പൈസ ഡിസംബറിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഡിസംബറിൽ ഡൈസ് വീഴോ നോക്കാം. September was the winner that time. How about you guys know this one works? You know how the game works? If you fire those down any of these squares, the dice gets rolled in a bit. If it lands the one you chose, you win. Because it's any prize, any size. നമുക്ക് സെപ്റ്റംബർ വീണ ഡിസംബർ വെച്ചിട്ട് അത് കിട്ടിയായിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും ടെഡി ബെയർ നമുക്ക് കിട്ടിയാലേ. എന്ത് തോന്നുന്നു ഗെയിം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? പൈസ പോയി, $5 പോയി. ടെഡി ബെയർ പോയി. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വെയിലത്താണെന്നിട്ട് നമുക്ക് ഇച്ചിരി ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് നനവൊക്കെ കിട്ടും. ക്യാമറ എത്ര പിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ചൂട് കുറേ ചൂട് നമ്മൾ നിന്നിട്ട് നമ്മൾ വേർക്കൂല. ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ കുറേ സ്റ്റേഷൻസ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നനയാണ്. ഇത് കൊക്കക്കോളയുടെ ഷോ ആട്ടോ. ഇത് സ്റ്റാമ്പേർഡുള്ള എല്ലാ ദിവസവും ഓരോരോ ഷോ ഉണ്ടായിരുന്നു. നമ്മൾ പോയ ദിവസം മാർട്ടിൻ ബോയ്സിന്റെ ലൈവ് പെർഫോമൻസ് ആയിരുന്നു. സാധാരണ ഇത് ഭയങ്കര ക്രൗഡായിരുന്നു. ഇതിപ്പോൾ ഉച്ച ഇതൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ക്രൗഡ് കുറവുണ്ട്. മറ്റേക്കൈ Okay. Next race, guys. കുറച്ചുള്ള ഏതാണ്? ഓക്കെ, പോയിരിക്കുകയാണ്. നിങ്ങൾ കളിക്കട്ടെ. റെഡും കൂടെ പോയാൽ മതി. Must be clean, also this one.
ഓക്കെ, കിട്ടില്ല. താങ്ക് യു. ഇതിലെന്താന്ന് വെച്ചാൽ ഈ ഫുള്ള് റെഡ് പോയിരിക്കണായിരുന്നു. നമ്മൾ ഏകദേശം പോയിരിക്കും. താങ്ക് യു. ഒറിയൊക്കെ ഫ്രൈഡ് ആയിട്ട് കിട്ടും. ജമൈക്കൻ ഫുഡ്. നമ്മൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നത്? ജമൈക്കൻ ഫുഡോ? നമ്മളിപ്പോൾ ഇവിടെ നാഷ്വിലെ ചിക്കൻ ബർഗർ പറഞ്ഞിട്ടുണ്ട്. അത് വെയിറ്റ് ചെയ്യണം. മാർസ് ഫ്രൈസ് ആണ്. മാർസ് ചോക്ലേറ്റ് ഫ്രൈ ചെയ്ത് തരുന്ന സാധനമാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റെഡിയായോ? നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു BMO സെൻറ്റർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സ്റ്റോൾസും അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നടക്കാനുണ്ടായിരുന്നു. നമ്മളങ്ങനെ അത് എല്ലാം കണ്ടു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല കുറേ ആനിമൽസ് ഉണ്ട് ഈ ഫാമിൻ്റെ അകത്ത്. ഇത് സ്റ്റാമ്പേഡിൻ്റെ അകത്ത് വേറൊരു സ്റ്റോളാണ്. അപ്പോൾ പശുവും ഡോങ്കി എല്ലാം ഉണ്ട്. കാണിച്ചു കേട്ടോ. എല്ലാം ഹോട്ട് ചോക്ലേറ്റ്. പശുക്കുട്ടി. ഇവിടെ വേറെ പശുവുണ്ട്. ഇത് അൽപാക്ക, ഇത് ലാമ. ഇവര് ഷീപ്പിന്റെ കൂട്ടാ. അവര് അതിന്റെ ബൂൾ എടുക്കാൻ വേണ്ടി അതിന്റെ തൊലി ഇങ്ങനെ ഷെയർ ചെയ്തു. തൊലിയല്ല, ആ ബൂള്. സൈലന്റ് രണ്ടുപേരും ഒരേ ഭയങ്കര ഡിസിപ്ലിന് നിൽക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. തുപ്പും അത്. ഇതല്ലേ തുപ്പുന്നത്? ഈ സാധനല്ലേ തുപ്പുന്നത്? അതിന് കുതിരകൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നു. ഇതെന്ത് ഗ്രീൻ കളറോ? റംബു ലെറ്റർ ടൈപ്പ് ഓഫ് ഷീപ്പാണ്. ഗ്രീൻ കളറിലൊക്കെ ഉണ്ട് അല്ലേ? ഇത് കുതിരകളാ? അത് ഇത് റോഡിയോയ്ക്ക് ഇറക്കുന്ന കുതിരകളാണ്. ഇത് ഈവനിങ്, നമ്മുടെ ഈവനിങ് ഷോയ്ക്ക് ഷോസ് ഉണ്ട്. അപ്പോൾ അതിന് ഇവരിവിടെ തന്നെ ഹോഴ്സസ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ആ ഹോഴ്സ് പിന്നെ അവർ ഈ ഷോയിനൊക്കെ ഇറക്കും. ഗൈസ് നടന്ന് നന്നായിട്ട് തളർന്നു. ഇവിടെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അയ്യോ, നടന്ന് ഇപ്പം നമ്മൾ മെയിൻ നമ്മുടെ റോഡിയോ ഷോയ്ക്ക് അല്ലേ? റോഡിയോ ഷോയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈവനിങ് ഷോയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഈവന്റ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ ടൈമായി. ഇപ്പോൾ 6:15 നമ്മൾ 6:30 തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ എല്ലാം നമ്മൾ നല്ല തളർന്നു. അപ്പോൾ ഈവനിങ് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഈ കുറേ നടക്കുന്നുണ്ട്.
സ്റ്റാമ്പേഡിന് കുറച്ച് നടക്കാനുണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും പരിപാടി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിഷരി കിട്ടി. നമ്മൾ ഒരു ഫംഗ്ഷന് ഒരു വിഷരി ഒരു സ്റ്റോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീശിയാണ് കുറേ നേരം നമുക്ക് ചൂട് മാറിയത്. നമ്മൾ സ്റ്റേഡിയത്തിൽ പോവാണ്. ഇപ്പോൾ റോഡിയോ ഷോയ്ക്ക് വേണ്ടി നമ്മൾ കയറി കേട്ടോ. 6:30. ഫ്രണ്ടില്ല, ഏറ്റവും ഫ്രണ്ടില്ല. ഇവിടെ അടുത്ത് ഏറ്റവും ഫ്രണ്ടിലുള്ള ടിക്കറ്റാണ്. നമ്മൾ ബുക്ക് ചെയ്തത് ഏകദേശം ഫ്രണ്ടിലൊക്കെ ആയിട്ടുള്ള ടിക്കറ്റാണ്. ഇതാണ് എൻ്റെ സ്റ്റേഡിയം. ഇവിടെയാണോ? ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് നടക്കുന്നത്. റേസ് ട്രാക്ക് ഇവിടെ ആയിരിക്കും. ചെറിയൊരു മഴത്തുള്ളിൽ വരുന്നുണ്ടല്ലേ. പ്രോഗ്രാം തുടങ്ങാറായിട്ട് നമ്മളിപ്പം ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ്സിനകത്ത് പ്രോഗ്രാം തുടങ്ങും. എക്സൈറ്റഡ് ആണ് ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട്. 7 PM ഒക്കെ ആയി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ റോഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ Thank you to Kobe Stanley and his outriders, Buddy Grant, and റോഡിയോ ഷോ എന്ന് പറഞ്ഞ് കുറേ ലൈക്ക് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രൈസ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 1.5 hour ഈ റോഡിയോ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് റാൻഡ് സ്റ്റാൻഡ് ഷോ എന്ന് പറഞ്ഞ് നമ്മൾ പോയ ദിവസം സ്റ്റാമ്പേഡിൻ്റെ ക്ലോസിംഗ് ഡേ ആണ് തന്നെ നല്ല ഗ്രാൻഡ് റാൻഡ് സ്റ്റാൻഡ് ഷോ ആണ്. ഒരു സ്റ്റേജ് ഷോ ആണ്. ഈ സ്റ്റേജ് പറയുന്നത് ഏറ്റവും അറ്റത്ത് ഇരിക്കുകയാണ്. ഒരു ട്രക്ക് വെച്ചിട്ട് പുള്ളി ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ സ്റ്റേജ് ഫ്രണ്ടിലോട്ട് വന്നത്. ഈ സ്റ്റേജ് തന്നെ നമുക്കൊരു നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. റാൻഡ് സ്റ്റാൻഡ് ഷോ എന്ന് പറയുന്നത് റോഡിയോ ഷോയ്ക്ക് ശേഷമുള്ള റാൻഡ് സ്റ്റാൻഡ് ഷോ. അത് എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് പരിപാടി തന്നെയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇമ്പി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ നല്ല ഗ്രാൻഡായിട്ടാണ് അവർ ഈ ഷോ നടത്തുന്നത്. ക്ലോസിംഗ് ഇവൻറ്റിൻ്റെ ഡേ ഒരിക്കലും സ്റ്റാമ്പേഡിൻ്റെ മിസ്സാക്കരുത്. അത്രയ്ക്ക് നല്ലൊരു ഷോ ആയിരുന്നു. ഞാനിപ്പോൾ എടുത്ത വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് രണ്ടുപേർക്ക് അവിടെ നിന്ന് കിട്ടിയ വിഷ്വൽ എക്സ്പീരിയൻസിൻ്റെ പകുതി പോലും ഞാൻ ക്യാമറയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ. എസ്പെഷ്യലി ഇത് ക്ലോസിംഗ് സെറമണി കൂടെ ആയതുകൊണ്ട്. എനിവേ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു കാൽഗറി സ്റ്റാമ്പേഡ് 2026. അത് ഇതിലും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ കാൽഗറി സ്റ്റാമ്പേഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.